നാം ഈ നാളുകളില് സ്പിരിച്വാലിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ ആത്മീകതയുടെ പേരിൽ ധാരാളം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിലെ ഏറ്റവും അധികം ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു വിൽക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് ഫേസ്ബുക്കിൽ നടന്ന 2-3 ലൈവുകൾ ശ്രദ്ധിച്ചാൽ, ഒന്ന് നമ്മുടെ ബിന്നി പി ജോൺ ചെയ്ത ഒരു ലൈവ് ഉണ്ട്. 2 ആൽബർട്ട് യോഹന്നാൻ, അതും ജോൺ തന്നെയാണ്, ആൽബർട്ട് ജോണും 2 ജോണാണ്. ഇവർ രണ്ടും ചെയ്ത ലൈവ് ഉണ്ട്. ഇവർ ചെയ്ത ഈ ലൈവില് അവര് മറുപടി കൊടുത്തത് ഒരു പെന്തക്കോസ്തിലെ ഒരു വ്യക്തിക്കാണ്. അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം, ഈ ഞാൻ യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ്. ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ കണ്ണാടിയിൽ തൻ്റെ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു. യാക്കോസ്ലിഹിയാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അർത്ഥം? നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയാൽ ഒരിക്കലും നിങ്ങൾ മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ഒന്നും കാണത്തില്ല, നിങ്ങളെ കാണത്തുള്ളൂ. ഇപ്പൊ ഒരു എലിമുഖൻ കണ്ണാടി നോക്കിയാൽ ഒരു എലിമുഖനെ കാണുള്ളൂ. നമ്മള് എന്താണ് കണ്ണാടി നോക്കുന്നത്? അപ്പൊ നമ്മളെ കാണാൻ പറ്റും. മനുഷ്യർ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം മറ്റ് മനുഷ്യരെ കാണും. അപ്പൊ സുവിശേഷം കൊണ്ട് പണമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന, ക്രിസ്തുവിനെ കച്ചവടമാക്കണം, ആരെ കണ്ടാലും അരക്കാശിന് വിൽക്കണം എന്ന ചിന്തയുള്ള യൂദായുടെ ആത്മാവുള്ളവർ അവരെവിടെയും കച്ചവട സാധ്യത അന്വേഷിക്കും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതെല്ലാം പണത്തിനായിരിക്കും. കാരണം ഇവർ പണത്തിനാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ അവർക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഞാൻ ദീർഘവർഷങ്ങളായി കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് പണത്തിനല്ല. കഴിഞ്ഞ ഒരിടയ്ക്കൊക്കെ എന്നെ പറ്റിയുള്ള ആരോപണം എനിക്ക് പൈസ ഇല്ല എന്നുള്ളതായിരുന്നു. എനിക്ക് പൈസ ഇല്ല, ജോലിയില്ല, വരുമാനമില്ല, മീറ്റിങ്ങിന് ആരും വിളിക്കാറില്ല, ആരും കാശ് കൊടുക്കാറില്ല. ഇതൊക്കെ ശരിയാണ്. ഞാൻ ആരുടെ മീറ്റിങ്ങിൽ നിന്നൊന്നും വാങ്ങാറില്ല. അപ്പോൾ അതൊക്കെ ശരിയാണ്. പിന്നെ എനിക്ക് GB ഇല്ല, എനിക്ക് ഇന്റർനെറ്റ് ഇല്ല എന്നൊക്കെയായിരുന്നു ആരോപണം. ഇതെല്ലാം ഈ പറയുന്ന ഈ പെന്തക്കോസ്തിലെയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നത് അനിൽ കോളനിത്തോട്ടം എന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെയല്ല പല പല ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. അതാണ് നിങ്ങൾക്ക് GB ഇല്ല, പിന്നെ ആരെങ്കിലും ദാനമായിട്ട് മേടിച്ചു തരുമ്പോഴാണ് ലൈവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അങ്ങനെ പറഞ്ഞ വ്യക്തി ഇപ്പം മാറ്റി പറയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന്. കാരണം അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലിൽ നിന്ന് പണം കിട്ടാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവരും അങ്ങനെയാണെന്ന് ചിന്തിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് കർത്താവിന്റെ സുവിശേഷം ആണ് ഏറ്റവും വലിയ ബിസിനസ്. ലോകത്തെ ബിസിനസ്സിൽ നമ്പർ 1 കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ബില്യൺ കണക്കിന് ഡോളറിന്റെ ബിസിനസ് ആണ് ഓരോ വർഷവും നടക്കുന്നത്. അതിന്റെ ഷെയർ ഓരോരുത്തരും പറ്റുന്നു എന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ, കിട്ടിയ ലൈറ്റ് കുറച്ചു പേർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ആണ് ഇത് പ്രഘോഷിക്കുന്നത്. ഇതിൽ നിന്ന് മറ്റ് യാതൊരു ഉദ്ദേശങ്ങളുമില്ല. അതുകൊണ്ട് മനുഷ്യർ തൻ്റെ ഹൃദയത്തിനൊത്തവണ്ണമാണ് മറ്റു മനുഷ്യരെ കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഈ പണം നേടാൻ വേണ്ടി ഉള്ള സുവിശേഷമുണ്ട്. ഇപ്പൊ ആളുകൾക്കൊക്കെ ഈ ഒരു പണം ഉണ്ടാകുന്ന നല്ല കാര്യമാണ്. പണം ഇല്ലാതെ ഈ ലോകത്തൊന്നും നടക്കത്തില്ല. പണം ഉണ്ടെങ്കിൽ നല്ലതാണ്, ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ പണം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിന് ഈ തട്ടിപ്പ് ഒരു സുവിശേഷമുണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയും. ഞാൻ കുറെ നാള് പ്രോസ്പെരിറ്റി ഗോസ്പല് വിശ്വസിച്ചതാണ്. കുറച്ചാൾ പ്രസംഗിച്ചു, അധികം നാൾ പ്രസംഗിച്ചില്ല. കാരണം അതൊരു തട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായി.
പ്രോസ്പെരിറ്റി ഗോസ്പല് പ്രസംഗിക്കുന്നവർക്ക് മാത്രമേ ഫലിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സുവിശേഷം അത്. അതായത് പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇറ്റ് വർക്ക്സ് ഓൺലി ഫോർ പ്രീച്ചേഴ്സ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ 100% കറക്റ്റ് ആണ്. നിങ്ങൾക്കൊരു ചുരുങ്ങിയ കാലത്തിനകം നല്ലൊരു പണക്കാരനാകാൻ പറ്റും, ലക്ഷപ്രഭുവോ കോടീശ്വരനോ ഒക്കെ ആകാൻ പറ്റും. പക്ഷേ നിങ്ങളായിരിക്കണം അത് പ്രസംഗിക്കുന്നത്. ഈ മണി ചെയിൻ തട്ടിപ്പുണ്ടല്ലോ, ഈ തുടങ്ങുന്നവർക്ക് കാശ് കിട്ടത്തുള്ളൂ, ആ തലയ്ക്ക് നിൽക്കുന്നവർക്ക്. താഴെ ചേരുന്നവർക്ക് കാശ് പോകത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മണി ചെയിനാണ്, നിങ്ങൾ തുടങ്ങണം. ഈ വല്ലോനും തുടങ്ങിയ മണി ചെയിനിൽ പോയി ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ പ്രോസ്പെരിറ്റി ഗോസ്പൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളായിട്ട് ഒരു പ്രോസ്പെരിറ്റി പരിപാടി തുടങ്ങണം. വേറെ ആർക്കും അത് വർക്ക് ചെയ്യത്തില്ല. കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ള ഒരു പ്രവർത്തനമുണ്ട്. അതിൽ തോമസ് ഊട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. തോമസ് ഊട്ടിയുടെ ഒരു പ്രസംഗം എനിക്ക് കുറെ പേര് അയച്ചു തന്നു. ദാരിദ്ര്യം ശാപമാണ്, സമ്പത്താണ് അനുഗ്രഹം. പഴയ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കൊടവേർ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ കാഴ്ചപ്പാടൊക്കെ മാറി. നമുക്ക് ഈ കൊടവേറൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ്. അന്ന് പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കന് ഉണ്ണിക്കുടവേർ എന്നൊക്കെ പറയും. ഉണ്ണിക്കുടവേറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ണിക്കുടവേറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി. ഇപ്പൊ തോമസ് ഊട്ടി ഒരു പാവമാണ്. പുള്ളി ചിന്തിച്ചിരിക്കുന്ന സമ്പത്താണ് ദൈവാനുഗ്രഹം എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സമ്പത്ത് കൊണ്ട് മാത്രം ഒരു മനുഷ്യ ജീവിതവും ധന്യമായി തീരുന്നില്ല. സമ്പത്ത് കൊണ്ട് മാത്രം ഒരു മനുഷ്യ ജീവിതവും ധന്യമായി തീരുന്നില്ല. ഇവിടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പണം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, പണത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നു. ഇത് ആധുനിക കാലത്ത് അങ്ങനെയാണ്, പണം കൊണ്ടാണ് ചിന്തിക്കുന്നത്. എല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗോസ്പലാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. അപ്പൊ ആ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്ന ഒരാളാണ് ഈ തോമസ് ഊട്ടി. തോമസ് ഊട്ടി പറയുകയാണ്, ദാരിദ്ര്യം ശാപമാണ്, പിശാച് കൊണ്ടുവരുന്നതാണ്, സമ്പത്താണ് ദൈവാനുഗ്രഹം. അപ്പൊ അങ്ങനെ സമ്പത്താണ് ദൈവാനുഗ്രഹം. പെന്തക്കോസ്തിന്റെ ഈ ആരാധന അല്ലെങ്കിൽ അവരുടെ ഈ ചാടിമറിഞ്ഞ് തുള്ളി തലകുത്തി മറിയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ ഭാഷ പറഞ്ഞാൽ ഏറ്റവും ശക്തമായി സ്വർഗീയ വിരുന്നിന്റെ അനുയായികൾ ശ്രദ്ധിക്കണം, തോമസ് കുട്ടിയുടെ ഫോളോവേഴ്സും ശ്രദ്ധിക്കണം. ഈ തോമസ് കുട്ടി പറഞ്ഞ് ഭയങ്കര അനുഗ്രഹമാണ്, പൈസ ഉണ്ടാകുന്നതാണ് അനുഗ്രഹം. അങ്ങനെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പ്രോസ്പെരിറ്റി ഗോസ്പല് ഉപേക്ഷിച്ചതിന്റെ കാരണം, ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ ഞാനത് വിശ്വസിച്ച നേരാണെന്ന് ഓർത്താ. ഈ തോമസ് ഊട്ടിക്ക് പണ്ട് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രചരിപ്പിക്കുന്ന അന്ന്, ഇന്നും പുള്ളി അത് മാറിയിട്ടില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ പുള്ളി, അഗസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ അഗസ്റ്റിൻ തോമസിന്റെ കൂടെ നടക്കുകയായിരുന്നു തോമസ് ഊട്ടിയുടെ പരിപാടി. അന്ന് അഗസ്റ്റിൻ തോമസ് കേരളത്തിലൊക്കെ വരുമ്പോൾ തോമസ് ഊട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അയർക്കുന്നത്ത് മഞ്ജു തിയേറ്റർ എന്ന് പറഞ്ഞൊരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തൊരു ചെറിയ ഒരു കൂടിവരവുണ്ടായിരുന്നു ഈ തോമസ് ഊട്ടിക്ക്. ഞാൻ അവിടെ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 60 പേരുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ ചെല്ലുമ്പം 40 താഴെ ആളുകൾ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ മീറ്റിങ്ങിന് ചെല്ലുമ്പം ഒരു 10-15 പേരെയാണ്. നാലാമത് ഒരു പ്രാവശ്യം കൂടെ ഞാനൊരു സൺഡേ അവിടെ ചെന്നപ്പോൾ അവിടെയൊന്നും അതില്ലായിരുന്നു, പൂട്ടിപ്പോയായിരുന്നു. അതായിരുന്നു തോമസ് ഊട്ടിയുടെ അയർക്കുന്നത്തെ സഭ. ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പോയിട്ടുള്ളത്. അപ്പൊ ഈ അഗസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞ ആള് ഭയങ്കര പ്രോസ്പെരിറ്റി ആയിരുന്നു, ഇങ്ങനെ എപ്പോഴും ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഈ അഗസ്റ്റിൻ തോമസിനൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനന്ന് അക്കാലത്ത് ഈ ഒരു തുടക്കക്കാരനാണ്, ഇതൊക്കെ വലിയ സംഭവമാണെന്ന് ഓർത്ത്. അപ്പൊ അഗസ്റ്റിൻ തോമസിനെ ഞാൻ മദ്രാസിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അന്ന് ഇവരവിടെ ഈ ആവടിയില് ജീവാനന്ദം പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാൾ നടത്തുന്ന ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഉപവാസമൊക്കെ ഇരുന്നായിരുന്നു. ഞാനന്ന് മദ്രാസിലുള്ള സമയത്ത് ഞാൻ അവിടെ പോയി
ഈ അഗസ്റ്റിൻ തോമസിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അഗസ്റ്റിൻ തോമസ് ഇങ്ങനെ അനുഗ്രഹത്തെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. ഈ അയാളുടെ ഒരു പുസ്തകവും വേറെ 2 പുസ്തകമൊക്കെ ഞാൻ അന്ന് അവിടുന്ന് മേടിക്കുകയും ചെയ്തു. പിന്നീട് ഇതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അനുഗ്രഹം കിട്ടും. അപ്പൊ ഞാനും അത് വിശ്വസിച്ച് നേരാണല്ലോ. അപ്പൊ കുറെ ബൈബിൾ വാക്യങ്ങളുണ്ട്. അപ്പൊ ബൈബിളിലുള്ളതാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇതൊക്കെയാണ് ഈ സ്വർഗീയ വിരുന്നുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാനിത് വിശ്വസിച്ചിട്ടുള്ള, അല്ലാതെ ചില ആളുകൾ ഓർക്കും എനിക്കിതൊന്നും അറിയത്തില്ലാഞ്ഞിട്ട് അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഞാനിത് ഇത് വായിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച വിഷയം, ഏറ്റവും കൂടുതൽ തുള്ളി ആരാധിക്കുന്ന ആളുകൾ, അതാണല്ലോ നമുക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി പറയുന്നത്, തുള്ളി ആരാധിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ തുള്ളി ആരാധിക്കുന്ന ആളുകളുള്ളത് ആഫ്രിക്കയിലാണ്. അവിടെയാണ് ഏറ്റവും കൊടിയ ദാരിദ്ര്യമുള്ളത്. ഏറ്റവും കൊടിയ ദാരിദ്ര്യമുണ്ട്. അവർക്ക് ആർക്കും ഇത് വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഏറ്റവും അധികം കോടീശ്വരന്മാരായ പാസ്റ്റർമാരുള്ളതും ആഫ്രിക്കയിലാണ്. ആ പാവങ്ങളെ വഞ്ചിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അവരുടെ പണം തട്ടിയെടുക്കുക, കവർച്ച ചെയ്യുക. ഞാൻ അതാണ് പറയുന്നത്, ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഈ ലീഡേഴ്സിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും. പ്രോസ്പെരിറ്റി ഗോസ്പൽ വർക്ക് ചെയ്യും, ബട്ട് ഓൺലി ഫോർ ലീഡേഴ്സ്. ഓൺലി ഫോർ ലീഡേഴ്സ്. മറ്റാർക്കും വേണ്ടി വർക്ക് ചെയ്യത്തില്ല, വേറെ ആർക്കും വേണ്ടി. ഞാൻ കണക്കാ ഒത്തിരി ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കോട്ടയത്ത് അനുഗ്രഹിക്കപ്പെട്ട കോട്ടയത്ത് തങ്കു ബ്രദർ അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ മാലം സുരേഷ് മണറാട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഒരുപാട് പൈസയുണ്ട്, വലിയ വീടും സാമ്പത്തിക, എനിക്കറിയാവുന്ന 2 പേരാണ് അനുഗ്രഹിക്കപ്പെട്ടത്. വേറെ ചില ആളുകളിലൂടെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടു. ധാരാളം ആളുകൾ അങ്ങനെ പണമുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന, സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ. ഇഷ്ടംപോലെ പൈസയാണ്. കർത്താവിന് വേണ്ടി അങ്ങ് മരിച്ചു കിടന്ന് തലകുത്തി മറിഞ്ഞ് പെന്തക്കോസ്ത് ചാട്ടവും നൃത്തവുമായിട്ട് ആരാധിക്കുന്ന ആഫ്രിക്കയിൽ പട്ടിണി മരണവും ക്ഷാമവും ദാരിദ്ര്യവും ആണ്. ബൈബിള് കത്തിച്ചു കളയുകയും സുവിശേഷകന്മാരെ ജയിലിലടക്കുകയും ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലാണ് സാമ്പത്തികമായിട്ട് നല്ല അനുഗ്രഹമുള്ളത്. തോമസ് ഊട്ടിയുടെ സിദ്ധാന്തമൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കുറച്ച് ആളുകളെ കളിപ്പിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഗോസ്പൽ വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണം. ഇറ്റ് വർക്ക്സ് ഓൺലി ഫോർ ലീഡേഴ്സ്, ഇറ്റ് വർക്ക്സ് ഓൺലി ഫോർ പ്രീച്ചേഴ്സ്. ഒരു തങ്കുവിനും ഒരു തോമസ് ഊട്ടിക്കും വേണ്ടി അത് പ്രവർത്തിക്കും. എന്നാൽ അവിടെയുള്ള അനുയായികൾക്കൊന്നും അത് പ്രവർത്തിക്കുകയില്ല. അനുയായികളുടെ അതിനകത്ത് പോകുന്ന അനുയായികളൊക്കെ നഷ്ടം വന്നവരും കഷ്ടം വന്നവരും പണം നഷ്ടപ്പെട്ടവരും ഇതൊന്നും ലോകത്തെല്ലായിടത്തും ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ പരാജയമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. ഇനിയും ഈ 21ാം നൂറ്റാണ്ടിലും കോട്ടയത്തിരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നത്. കാരണം ഞാൻ കോട്ടയംകാരനാണ്. ഇത്തരം തോന്നിവാസം പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഈ ബുദ്ധിയുള്ളവരുടെ നാടാ കോട്ടയം എന്നൊരു തെറ്റിദ്ധാരണ നാട്ടുകാർക്ക് പൊതുവെ ഉണ്ട്. അത് പോകണ്ടല്ലോ. പക്ഷെ കോട്ടയത്തുള്ളതോളം വിഡ്ഢികൾ ലോകത്തെങ്ങും ഇല്ലെന്നുള്ള എനിക്കറിയാം. കാരണം ഇവരുടെ വലയിൽ പെട്ടവരല്ലേ അവിടെയുള്ളൂ ഈ മണ്ടത്തരം പറയുന്നത്. അപ്പൊ ലോകത്തെങ്ങും ഇതൊരു വിഡ്ഢിത്തമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിച്ച ഒരാളാണ് ഉൾഫ് എക്മാൻ എന്ന് പറഞ്ഞ് ഈ സ്വീഡനിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററാണ്. സ്വീഡനിൽ അദ്ദേഹത്തിന് ഏകദേശം 10,000-ലധികം പേരുള്ള ഒരു കൂടിവരവുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഈ സ്വർഗീയ വിരുദ്ധി വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ ഉൾഫ് എക്മാൻ മനസാക്ഷിക്കുത്ത് നിമിത്തം, കാരണം ഇത്തരം നുണ പറഞ്ഞ ആളുകളെ വഞ്ചിക്കുന്ന ഈ മനസാക്ഷിക്കുത്ത് നിമിത്തം ഉൾഫ് എക്മാന്റെ ഈ ക്ലാസ്, പ്രോസ്പെരിറ്റിയുടെ ക്ലാസ്, അതിനകത്ത് അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ 1 ദശാംശം ചോദിക്കണം, 2 സ്തോത്ര കാഴ്ച എടുക്കണം. എന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങളുടെ സഭയിൽ സ്തോത്ര കാഴ്ച എടുക്കുമ്പോൾ ആരെങ്കിലും മുഖം വാടുകയോ ഇടച്ച അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രാഴ്ചയുടെ എണ്ണം 3 ആക്കണം. ഒരു ഞായറാഴ്ച 3 സ്തോത്രാഴ്ച അങ്ങ് എടുക്കണം. കാരണം അപ്പോൾ പണം കൊടുക്കാൻ മനസ്സില്ലാത്ത വൃത്തികെട്ട ആളുകൾ സഭ വിട്ടുപൊക്കോളും. കൊടുക്കാൻ താല്പര്യമുള്ളവർ അവിടേക്ക് കയറി വരും, വീണ്ടും വീണ്ടും കൊടുക്കാൻ താല്പര്യമുള്ളവർ കയറി വരും. അതുകൊണ്ട് എപ്പോഴും ഇത് പുള്ളിയുടെ ഒരു പ്രിൻസിപ്പിൾ ആട്ടോ, പുള്ളിയുടെ പുസ്തകത്തിലുള്ള ഞാൻ വായിച്ചിട്ടുള്ള. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യണം,
വഞ്ചിക്കപ്പെടാൻ താല്പര്യമുള്ളവരെ സോർട്ട് ഔട്ട് ചെയ്യണം, സ്വതന്ത്രമായി ചിന്തിക്കുന്നവരെ ഒഴിവാക്കണം. അങ്ങനെ വഞ്ചിക്കപ്പെടാൻ താല്പര്യമുള്ളവരുടെ ഒരു ക്ലബാക്കി നമ്മൾ നിർത്തണം. എളുപ്പമുണ്ട് മീൻ പിടിക്കാൻ. അതായത് കൺവെൻഷണൽ മീൻപിടുത്തം ഉണ്ടല്ലോ, നമ്മൾ പുഴയിലോ കടലിലോ ഒക്കെ പോയി ചൂണ്ടയിടുക എന്ന് പറഞ്ഞാൽ മീൻ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ തന്നെ മീൻകുളം ഉണ്ടാക്കി വെക്കാമെങ്കിൽ എളുപ്പമുണ്ട് വീശാൻ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പണം കൊടുക്കാൻ താല്പര്യമുള്ളവരെ, പണമുള്ളവരെ, അങ്ങനെയുള്ളവരെ മാത്രം എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരോട് കൂടുതൽ സമയം വർത്തമാനം പറയണം. ദരിദ്രവാസികൾ, സംശയാലുക്കൾ, പണം കൊടുക്കാൻ മടിയുള്ളവർ, ഇങ്ങനെയുള്ളവരെ അവഗണിക്കണം, അവഹേളിക്കണം. അങ്ങനെയുള്ളവരെ നമ്മുടെ കൂടിവരവുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം, പുറത്താക്കണം, അവരെ പാർശ്വവൽക്കരിക്കണം, ഉന്തി പുറത്താക്കുന്ന രീതിയിൽ, മാനസികമായിട്ട്, ഫിസിക്കൽ അല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത്തരം തന്ത്രങ്ങളാണ് ലോകത്തുള്ള ഇത്തരം കൂടിവരവുകളെല്ലാം ചെയ്യുന്നത്. ഇതൊന്നും സാധാരണക്കാർക്ക് പ്രവർത്തിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നും നിങ്ങളുടെ ഇന്ന് ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഗ്രഹമൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ ചുമ്മാ മായക്കഥ പറയുന്നതാണ്, വഞ്ചനയാണ്, തട്ടിപ്പാണ്. അപ്പൊ ഇവരുദ്ധരിക്കുന്ന കുറെ ബൈബിൾ വാക്യങ്ങളുണ്ട്. നമ്മൾ ഈ ബൈബിൾ വാക്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതെല്ലാം നേരാണ്, ഇതെല്ലാം ഇപ്പം പ്രവർത്തിക്കും. ഇവര് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം. 3 യോഹന്നാൻ, 3 ജോൺ, ഒറ്റ അധ്യായമുള്ളൂ ആ പുസ്തകം. 3 ജോൺ വേഴ്സ് 2, 3 യോഹന്നാൻ 2, 3 യോഹന്നാൻ 2. അതിനകത്ത് ഇങ്ങനെയാ പറയുന്നേ: പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം പ്രോസ്പെരിറ്റിയാണ്. പ്രോസ്പെരിറ്റി ഈസ് ഗോഡ്സ് വിൽ ആൻഡ് ഗോഡ്സ് ബെസ്റ്റ് ഈസ് ഫോർ യു. ആൻഡ് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രോസ്പർ ആയിരിക്കണം. പിന്നെ ഇവർ കൂട്ടിച്ചേർക്കും, I am blessed, I am honored by God in honor of the sacrifice of Jesus Christ. Now I am enjoying the blood money. Blood money, that term is very familiar to those who live in Arabian Gulf. Blood money, രക്തത്തിന്റെ വില, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില. Now I am enjoying the blood money. ഇതൊക്കെ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ആളുകളെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അവര് പറയുന്നത് വെൽത്ത് ട്രാൻസ്ഫർ. കാൽവരി ക്രൂശിൽ വലിയൊരു ട്രാൻസ്ഫർ നടന്നു എന്നാ പറയുന്നത്. നമ്മുടെ ദാരിദ്ര്യം കർത്താവ് എടുത്തിട്ട് വലിയ സമ്പത്ത് നമുക്ക് തന്നു. ഞാനും ഇത് വിശ്വസിച്ചുകൊണ്ടിരുന്ന കേട്ടോ. ഇനിയിപ്പം എന്റെ പഴയ ഏതെങ്കിലും ടേപ്പ് എടുത്തുകൊണ്ടു ഞാനിത് പ്രസംഗിച്ച്, എനിക്കറിയത്തില്ല ഉണ്ടോന്ന്, ചിലപ്പോൾ കാണും, കൊണ്ടുവന്ന് ഞാനൊരു കാലത്ത് അത് വിശ്വസിച്ചതാ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് വഞ്ചനയാണ്. ഗുൾഫക്കുമാന് മനസ്സിലായി. അത്ര വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ. 10,000 അംഗങ്ങൾ സ്വീഡനിൽ ഉണ്ടായിരുന്നൊരു ചർച്ചാണ്. അദ്ദേഹം പറഞ്ഞു, മനസാക്ഷി കൂത്തുകാരൻ ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ ജനത്തെ വഞ്ചിക്കുകയാണ്, ഈ ജനത്തോട് പറയാണ് ദൈവം നിങ്ങൾക്ക് പണം തരും. ദൈവം അല്ല ആർക്കും പണം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അംബാനിക്കും അദാനിക്കും ഒക്കെ പണം കൊടുത്ത ആരാണ്? 30 വയസ്സ് പോലും തികയാത്ത കേരളത്തിലെ ബൈജു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവന്റെ ഇന്നത്തെ പേഴ്സണൽ ആസ്തി 30,000 കോടി രൂപയാണ്. ആരാ അനുഗ്രഹിച്ചേ? ആരാണ്? ദൈവാനുഗ്രഹം. ഇന്ത്യയിലെ വലിയ കോടീശ്വരന്മാരെ എടുക്ക്. ആദ്യത്തെ 500 കോടീശ്വരന്മാരെ എടുക്ക്. ഇന്ത്യയിലെ ഒരു പെന്തക്കോസുകാരനും കാണത്തില്ല. പെന്തക്കോസുകാരൻ കാണുമായിരിക്കും, ഞാൻ പറഞ്ഞ ഈ പ്രോസ്പെരിറ്റി വിശ്വസിക്കുന്നവർ കാണത്തില്ല. ഏതെങ്കിലും പെന്തക്കോസുകാരൻ വന്നല്ലേ. അപ്പൊ ഇതൊരു വഞ്ചനയാണ്. നിങ്ങളെ, സാധുക്കളായ നിങ്ങളെ, ജീവിതത്തിലെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുള്ള സാധാരണക്കാർ, എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ആ പാവങ്ങളെ ചൂഷണം ചെയ്യരുത്. തോമസ് ഊട്ടിക്ക് ഇത്രയും പ്രായമായല്ലോ, ഒന്നുമല്ലല്ലോ, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ വാഗ്ദാനക്കാരനൊക്കെ അല്ലേ. തോമസ് ഊട്ടി ചതി ചെയ്യരുത്, നിർത്തണം. കാരണം ആളുകളെ വഞ്ചിക്കുന്നത്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. കാരണം ഇത് നിങ്ങൾ ആളുകളെ വഞ്ചിക്കുകയാണ്, വഞ്ചനയാണിത്. ആരുടെ ജീവിതത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയും നിങ്ങൾക്ക് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഇവർ പറയും മണി പല ടൈപ്പ് ഉണ്ട്. ഹാർഡ് ഏൺഡ് മണി, നമ്പർ 1 ഹാർഡ് ഏൺഡ് മണി.
എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനത്തിലൂടെ ആർജിക്കുന്ന പണം, ആർജിത സമ്പത്ത്. 2, ആൻസെസ്ട്രൽ മണി എന്ന് പറഞ്ഞാൽ പൂർവിക സമ്പത്ത്, നമ്മുടെ വല്യപ്പന്റെയോ അങ്ങനെ ഒസ്യത്തിലൂടെ കിട്ടുന്ന പൂർവിക സമ്പത്ത്. 3rd വൺ ലക്കി മണി, നമുക്ക് ലോട്ടറി അടിക്കോ കിട്ടുന്ന ലക്കി മണി. 4th വൺ ദാറ്റ് ഈസ് മിറക്കിൾ മണി, ദൈവം തരുന്ന പണം, നൂലെ കെട്ടിത്തരുന്നത്, ദൈവം അത്ഭുതകരമായിട്ട് നമുക്ക് പണം. ഇതാണ് ഇവരുടെ വഞ്ചന. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഓരോ വാക്യങ്ങൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കും. കോണ്ടെക്സ്റ്റ് ഇല്ലാതെ വാക്യങ്ങൾ എടുത്തിട്ട് അത് വ്യാഖ്യാനിക്കും. അത് വ്യാഖ്യാനിച്ചിട്ട് ഇതാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരും. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇവരുടെ വാക്യങ്ങൾ ഓരോ വാക്യങ്ങളായിട്ട് എടുത്ത് നമുക്ക് ചിന്തിക്കാം. ഇന്നിപ്പോ ഇവരെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ഒന്ന് ചിന്തിക്കാം നമുക്ക്. അത് ഗലാത്യ ലേഖനം 6-ാം അധ്യായമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്ന. ഡു നോട്ട് ബി ഡിസീവ്ഡ്, ഗോഡ് ഈസ് നോട്ട് മോക്ക്ഡ്, ഫോർ വാട്ട് എവർ വൺ സോസ് ദാറ്റ് വിൽ ഹി ഓൾസോ റീപ്പ്. വിതയ്ക്കുന്ന തന്നെ കൊയ്യും, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പൊ എന്നിട്ട് ഇവര് പറയും, നിങ്ങൾ വിതയ്ക്കണം. കൂടുതൽ വിതയ്ക്കുന്നവന് കൂടുതൽ കിട്ടും, കുറച്ച് വിതയ്ക്കുന്നവന് കുറച്ച് കിട്ടും. സോ നിങ്ങൾ വിതയ്ക്കുക. സ്വത്രാഴ്ച ഇടുന്നതിനെ കുറിച്ചാണ് ഈ വാക്യം എടുക്കുന്നത്. പക്ഷെ അവിടെ എന്താ പറയുന്നേ? അവിടെ പറയാണ്, ജഡത്തിൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, സഹായിക്കുക, മതം നോക്കാതെ, വിശ്വാസം നോക്കാതെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. വിശ്വാസി സഹവിശ്വാസം, നമ്മുടെ പള്ളി കൂടുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുക, സഹവിശ്വാസികളെ സഹായിക്കണം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്താ കിട്ടുന്നേ? നിത്യജീവനെ കൊയ്യും, ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ഇതൊരു പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനാണ് പറയുന്നത്, നിങ്ങൾ സ്വത്രാഴ്ച ഇട്ടാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും. വെയ് രാജാ വെയ്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8. കാശ് വെച്ചാൽ കാശ് കിട്ടും, നോക്കി നിന്നാൽ നോട്ടം കിട്ടും. ആനമയിലൊട്ടകം, വെയ് രാജാ വെയ്. ഇതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മുച്ചീട്ട് കളിക്കാരന്റെ നിലവാരത്തിലേക്ക് ദൈവത്തെ അധപ്പതിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണ ശൈലിയാണ് സമൃദ്ധിയുടെ സുവിശേഷം എന്ന ഈ തട്ടിപ്പ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മനുഷ്യർക്ക് എല്ലാ കാലത്തും സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു മോഹമുണ്ട്. എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെയുണ്ട്. അപ്പൊ അതിന് ഇങ്ങനെ ഒരു എളുപ്പവഴി ഉണ്ടെന്ന് അറിയുമ്പം അത് ട്രൈ ചെയ്യും. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ സുവിശേഷത്തിന്റെ ശക്തിയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ. ഇനിയിപ്പോ തോമസ് കുട്ടി തന്നെ ചിലപ്പോൾ ഡിസപ്ഷനിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കൂടെ ആള് വരുന്നതൊന്നും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടൊന്നും അല്ല. പോപ്പുലർ ഫിനാൻസിൽ ആളുകൾ എങ്ങനെ പൈസ ഇട്ടത്? 0.5% പലിശ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾ കാശിടും. ലാഭല്ല രാജനും, ആട് മാഞ്ചിയും തട്ടിപ്പും, ടോട്ടൽ ഫോർ യുവും, എത്രയെത്ര തട്ടിപ്പുകൾ കണ്ടതാ കേരളം. ഈ തട്ടിപ്പുകളിൽ മുഴുവൻ ആളുകൾ പെട്ടത് എങ്ങനെയാ? പരിശുദ്ധാത്മാവാ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗം കേൾക്കാനും നിങ്ങളുടെ മീറ്റിങ്ങിലും ആള് വരുന്നത് പരിശുദ്ധാത്മാവ് ഒന്നും അല്ല. ആളുകളിലെ മൃദുല വികാരങ്ങളെ തട്ടി ഉണർത്തിയിട്ട് അവർക്ക് പ്രലോഭനങ്ങളെ നൽകിയിട്ട് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരെ നിങ്ങൾ വശീകരിച്ചിട്ട് അവരെ വഞ്ചിക്കും, മോഹിപ്പിക്കുകയാണ്, ഫാൾസ് പ്രോമിസ് കൊടുക്കുകയാണ്, ബൈബിൾ തെറ്റായിട്ട് ഉദ്ധരിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ക്രൈം.
ക്രൈം അഗനിസ്റ്റ് ഹ്യൂമാനിറ്റി, മനുഷ്യരാശിക്കെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ സുവിശേഷീകരണം ഇറ്റ് ഈസ് എ ക്രിമിനൽ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ ക്രിമിനൽ ആക്ടിവിറ്റി. കർത്താവായ യേശു ക്രിസ്തു ഒരിടത്തും വാഗ്ദാനം ചെയ്ത കാര്യമോ കർത്താവിന്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യമൊന്നുമല്ല. വലിയ കാര്യത്തിൽ ഇരുന്നിട്ട് കത്തോലിക്ക തിരുസഭയെ തോമസ് ഊട്ടി കുറ്റം പറഞ്ഞല്ലോ. തോമസ് ഊട്ടിയുടെ പഴയ വീഡിയോ ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ അവിടെ അതിന് ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. തോമസ് ഊട്ടിയുടെ വീഡിയോ വെച്ച് തന്നെ ഞാൻ മറുപടി പറയും. തോമസ് ഊട്ടി പറഞ്ഞ എന്താ? തോമസ് ഊട്ടി പറയാണ് അവിടെ സെമി റാമിസ് ഉണ്ടായിരുന്നു, ബാബിലോൺ ഉണ്ടായിരുന്നു, പിന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയും മാർപ്പാപ്പ തിരുമേനിയൊക്കെയാണ് ഇദ്ദേഹം ഇരുന്ന് വിമർശിക്കുന്നത്. അതിന് പണ്ട് ഈ കെ എബ്രഹാം എന്ന് പറഞ്ഞ് ഒരുത്തന് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് വെച്ചാണ് തോമസ് ഊട്ടി, അതാണ് പുള്ളിയുടെ റെഫറൻസ് ഗ്രന്ഥം. വേറൊന്ന് ഈ ആധുനിക കാലത്ത് അതൊന്ന് റെഫർ ചെയ്യാൻ പോലും സമയമെടുക്കാതെ കുറ്റം പറയാം. അപ്പൊ അത്രമാത്രം നമ്മൾ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പറഞ്ഞതായിരിക്കണം നമ്മുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് കർശനമായി നിഷ്കർഷിച്ച് പ്രസംഗിച്ച തോമസ് കുട്ടി, എന്തേ തോമസ് കുട്ടി ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഈ തട്ടിപ്പ് സുവിശേഷം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ടോ? കാണിക്കാവോ? ഏർലി ചർച്ചിൽ അങ്ങനെ ആളുകൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, പണം ഉണ്ടാക്കി സുവിച്ചായിട്ട് കാണിച്ചു തരാവോ? നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണ്, എന്ത് സത്യസന്ധതയാണ്, എന്ത് വിശ്വസ്തതയാണ്, എന്ത് കൃത്യതയാണ് നിങ്ങളുടെ സുവിശേഷ പ്രഘോഷണത്തിലുള്ളത്? കത്തോലിക്ക തിരുസഭയെ കുറ്റം പറഞ്ഞ്, മാർപ്പാപ്പ തിരുമേനിയെ കുറ്റം പറഞ്ഞ് ഒക്കെയാണ് പ്രസംഗിക്കുക. ശരി, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുക. കാരണം ഇത്രയും കൃത്യമായിട്ട് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലും ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലും സത്യസന്ധതയോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെയും സുവിശേഷം കലർപ്പില്ലാതെ നിർമ്മലമായി പ്രസംഗിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അനുയായിയാകും. ഞാൻ കൈക്ക് വെള്ളം ഒഴിച്ചു തരാം, കാലിന്റെ ഷൂസ് മുറുക്കി കെട്ടിത്തരാം, ഒരു പ്രശ്നമില്ല. പക്ഷെ പറയണം, ഇതെങ്ങനെ ശരിയാകുന്നത്? ഇതാരാ ചെയ്തത് ഈ തട്ടിപ്പ്? ഇതാരെങ്കിലും ചെയ്തതായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് നിങ്ങൾ നടത്തുന്ന വഞ്ചനയാണ്. ഇത് ഈ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു കറക്റ്റ് കമ്പനിയാണ്. അത് കോട്ടയത്തുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങണം, ഇത് വഞ്ചനയാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചിട്ട് അത് ഇവരുടെ പ്രാർത്ഥന കൊണ്ടും ഇവരുടെ കൂട്ടായ്മ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുക. മണ്ടന്മാരായ നിങ്ങളത് വിശ്വസിക്കുക. സ്വർഗീയ വിരുന്നുകാരുടെ പറയുന്നത്. എന്നോട് കുറെ സ്വർഗീയ വിരുന്നുകാർ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ എന്റെ പരിപാടി ഇതാ, ഇവരോടുള്ള ഇന്റർവ്യൂവിൽ ഇവരെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ശരിയാണല്ലോ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം തങ്കുവിന്റെ അനുഗ്രഹത്താലും തോമസ് കുട്ടിയുടെ പ്രാർത്ഥനയാലും നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്ന അനുഗ്രഹം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈഴവന്റെ വീട്ടിൽ ഒരുത്തന്റെയും പ്രാർത്ഥനയില്ലാതെ അതേ കാര്യം നടന്നിട്ടുണ്ട്. ഇത് ചിന്തിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. ലെറ്റ് മൈ പീപ്പിൾ തിങ്ക്. ഹോശിയ പ്രവചനം വായിച്ചു നോക്ക്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ ജനം ചിന്തിക്കട്ടെ. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. മൈ പീപ്പിൾ പെരിഷ് ലാക്ക് ഓഫ് നോളജ്. ജനം എങ്ങനെയാ നശിക്കുന്നത്? പരിജ്ഞാനമില്ലായാലാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. ഇതെല്ലാം വഞ്ചനയാണ്. നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകരുത്. ഇവരുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ സ്വർഗീയ വിരുന്നിലെ അനുയായികൾ ചിന്തിക്കേ. കഴിഞ്ഞ ഡിസംബർ 31 നിങ്ങളുടെ ആചാര്യൻ തങ്കു എന്താ പറഞ്ഞത്? അദ്ദേഹം ആഴ്ചകളായിട്ട് ഈ ഇയർ എൻഡിങ് മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അന്യഭാഷയിൽ. എന്താ അന്യഭാഷ? അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ അവസാനം പുള്ളി ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ഉറക്കത്തിൽ പോലും കടന്ന് അന്യഭാഷ പറയണം. അത് അദ്ദേഹത്തിന്റെ ഭാര്യ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ പറഞ്ഞു അവസാനം ദൈവം തമ്പുരാൻ, ഞാൻ സ്വർഗീയ വിരുന്നിന്റെ അധ്യക്ഷൻ ദൈവസന്നിധി നിൽക്കുന്ന വ്യക്തിയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ക്ലെയിം. ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സ്വർഗീയ വിരുന്നിന്റെ അധ്യക്ഷൻ ഇത്രമാത്രം അന്യഭാഷയിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ജനത്തിനു വേണ്ടിയുള്ള ദൂത് ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പം 2020 എന്ന വർഷത്തെ പറ്റിയാണ് പ്രവചിക്കുന്നത്. 2020 എന്ന വർഷം ഇനി മനുഷ്യ രാശി ഉള്ളിടത്തോളം കാലം രേഖപ്പെടുത്തുന്നത് എ ബ്ലാക്ക് ഇയർ ആയിട്ടാണ്. ഇനി എത്ര വർഷം മനുഷ്യരാശി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. മനുഷ്യരാശി എന്നുവരെ ഉണ്ടോ ആ കാലഘട്ടം മുഴുവൻ ഇതൊരു കറുത്ത വർഷമായിട്ട് രേഖപ്പെടുത്തും. അത്രമാത്രം പ്രാധാന്യമുള്ള ഈ ഇയർ ഓഫ് ഡിസാസ്റ്റർ, ഈ നാശത്തിന്റെ വർഷം, ഈ ഇരുട്ടിന്റെ വർഷം, ഈ നിലവിളിയുടെ വർഷം, മനുഷ്യവർഗത്തിന്റെ മുറിവിന്റെ വർഷം, ആ വർഷത്തെക്കുറിച്ച് ഒരു സൂചന പോലും ഇവന്റെ ദൈവം ഇവന് കൊടുത്തിട്ടില്ല. സ്വർഗീയ വിരുന്നിൽ പോകുന്ന മണ്ടന്മാര്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ തലവൻ ഏത് ദൈവസന്നിധിയിലാണ് നിന്നത്?
അയാൾ നിങ്ങളോട് പറഞ്ഞു തന്നതാ, ഇയർ ഓഫ് ഫ്ലറിഷിങ്, ബ്ലെസ്സിങ്. ഇടം പോരാതെ വണ്ണം സഭയിലേക്ക് ആളുകൾ എരച്ചു കയറുന്നു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള നുണ പറയുന്ന പ്രവചനം, നിങ്ങൾ കൈ കൊണ്ട് നടക്കുന്ന ബൈബിൾ നോക്ക്. ആ ബൈബിളിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ഒരുത്തൻ പ്രവചിക്കുകയും ആ പ്രവചനം ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അവനെ ജനമെല്ലാവരും കല്ലെറിഞ്ഞു കൊല്ലണം. തോമസ് കുട്ടി, ഞാൻ പിന്നെയും വിളിക്കുന്നു തോമസ് കുട്ടി സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നെങ്കിൽ തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ കൂടി തങ്കുവിനെ കല്ലെറിയണം. പറ്റുമോ? നിനക്കൊക്കെ നാണമില്ലേ ഈ മണ്ടത്തരത്തിന്റെ പുറകെ നടക്കാൻ? സ്വർഗീയ വിരുന്നുകാരോടാ ഞാൻ ചോദിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ല? നിങ്ങളുടെ ബുദ്ധി തുറക്കത്തില്ലേ? ഇതൊരൊറ്റ സംഭവം നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ശുദ്ധ മനസാക്ഷി വിലയിരുത്ത്. ഇത് ദൈവത്തെ അല്ല സേവിക്കുന്നത്, ദൈവസന്നിധിയിലല്ല നിന്നത്, ദൈവത്തിൽ നിന്നല്ല കേട്ടതെന്ന് വളരെ വ്യക്തമാണ്. എന്നിട്ട് പിന്നെയും വന്നിരുന്ന ആമേൻ ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്റെ ഇൻബോക്സിലോട്ട് മെസ്സേജുമായിട്ട് വരിക. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഞാനിതൊന്ന് പറയാനിരുന്നല്ല, എന്റെ ഇൻബോക്സിലോട്ട് കൊണ്ടുവന്ന് സ്വർഗീയ വിരുന്നിന്റെ ഗുണഗണങ്ങൾ കൊണ്ടുവരികയാണ്. ബ്രദർ വിചാരിക്കുന്നതല്ല ഇവിടെ ഭയങ്കര എന്ത് അനുഗ്രഹം നടന്നത്, എന്ത് അത്ഭുതം നടന്നത്. അത്ഭുതം നടന്നത് ഇവരുടെ രണ്ടുപേരുടെ ജീവിതത്തിലാണ്, വേറെ ആർക്കും അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. ഇത് തട്ടിപ്പാണ്. അദ്ദേഹം മാസങ്ങളോളം അന്യഭാഷ പറഞ്ഞ് അവസാനം ഡിസംബർ 31 ഉറക്കത്തിൽ കൂടി അന്യഭാഷ പറഞ്ഞിട്ട് എന്ത് അന്യഭാഷ, അവസാനം ദൈവത്തിൽ നിന്ന് അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന അധ്യക്ഷനാണ്, ദാ വരുന്ന ദൂത്. എന്ത് ദൂതാണ്? കൊട്ടാരക്കരയിൽ ഒരുത്തനുണ്ട്, ടിനു ജോർജ്. അവൻ പറഞ്ഞത് ഈ വർഷത്തിന്റെ ഓരോ ദിവസവും അനുഗ്രഹമാണ്, അനുഗ്രഹത്തിന്റെ അനുഗ്രഹമാണ്. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ വഞ്ചനയാണ്. ഇവർക്കാർക്കും ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. ദൈവം പറയുന്നൊന്നും ഇവരാരും കേൾക്കുന്നില്ല. ദൈവസന്നിധിയിൽ അല്ല ഇവർ സമയം ചെലവഴിക്കുന്നത്. ഇവരെല്ലാം പണത്തിന്റെ പ്രലോഭനത്തിൽപ്പെട്ട് കണ്ണു കാണാതായ കുറച്ചാളുകളാണ്. അവര് പറയുന്നത് ചിലപ്പോൾ ഒത്തുവരും, മിക്കവാറും ഒക്കെ ഒത്തുവരും. കാരണം ജനറലായിട്ട് എല്ലാവർക്കും ബാധിക്കുന്ന ഈ വർഷം എല്ലാ വർഷവും ഇവർ പറയും. നിങ്ങൾ കഴിഞ്ഞ ഈ ടിനു ജോർജിന്റെ 2018 പ്രസംഗം നിങ്ങൾ നോക്ക്, ഡിസംബർ 31 അനുഗ്രഹമാണ്, അതാണിതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അനുഗ്രഹം കിട്ടുന്നവരവർക്ക് നേരെ ഇതായിരിക്കും. പക്ഷെ ഈ വർഷം ഇങ്ങനത്തെ ഒരു പണി ദൈവം തമ്പുരാൻ ഒരു 8ന്റെ പണി അങ്ങ് കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടുപോയതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെയും ചിന്തിക്കാൻ താല്പര്യമില്ല. ദൈവം പറയാണ് എന്റെ ജനം നശിച്ചു പോകുന്നു. എന്തുകൊണ്ട്? മൈ പീപ്പിൾ പെരിഷ് ലാക്ക് ഓഫ് നോളജ്. പരിജ്ഞാനമില്ലായ്കയാൽ, ചിന്തിക്കാത്തതുകൊണ്ട്. ലെറ്റ് മൈ പീപ്പിൾ തിങ്ക്. എന്റെ ജനം ചിന്തിക്കാൻ തുടങ്ങട്ടെ. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം. ഇത്തരത്തിലുള്ള വഞ്ചന, ഇത് വഞ്ചനയാണ്, ഇത് തട്ടിപ്പാണ്. ഇവർക്കാർക്കും ദൈവവുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് ആളുകളെ കളിപ്പിക്കുന്നതാണ്. ഇത് ഇങ്ങനെ അങ്ങ് ഓരോ വാക്യങ്ങൾ എടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഓരോ വാക്യങ്ങൾ എടുത്തിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് സാമ്പത്തികമായി ഉയർന്ന ധാരാളം ആളുകളുണ്ട്. അവരൊന്നും ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് അവർക്ക് പണം ഉണ്ടായതല്ല. പണം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കുകയോ ബുദ്ധി കൊണ്ട് ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് പണം ഉണ്ടാകുന്നത്. പണം ഉണ്ടാകുന്ന ആളുകളെ മുഖസ്തുതി പറഞ്ഞും ചക്കരവാക്ക് പറഞ്ഞും പണം തട്ടിയെടുക്കുന്ന പാർശ്വാർത്ഥികൾ പുരാതന കാലം മുതലുണ്ട്. അതിനവർ മതത്തിന്റെ പേരും ഈശ്വരന്റെ പേരും ഈശ്വരാനുഗ്രഹത്തിന്റെ പേരും ഒക്കെ പറയും. ഒരംശം അവർ കൊടുക്കും. അപ്പൊ അതിന് പാരാസൈറ്റ്സ് എന്നാ പറയുന്നത്, പരാന്നഭോജികൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ആത്മീയതയാണിത്. അതുകൊണ്ട് അത് ട്രൂ സ്പിരിച്വാലിറ്റി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ട്രൂ സ്പിരിച്വാലിറ്റി? ട്രൂ സ്പിരിച്വാലിറ്റി ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയാണ്. അതാണ് യഥാർത്ഥ ആത്മീയത.
അവിടെ ആരെയും വഞ്ചിക്കുന്നില്ല, ആരുടേതും ചൂഷണം ചെയ്യുന്നില്ല. നിത്യജീവന്റെ മാർഗത്തിലേക്ക് ജനത്തെ നയിക്കുന്നു. നിത്യജീവന്റെ മാർഗത്തിലേക്ക്. ഇവര് പറഞ്ഞു വരുത്തുന്നത് അത്ഭുതങ്ങൾ, അത്ഭുതകരമായിട്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പണം 4 രീതി വരും. ഒന്ന് ഹാർഡ് ഏൺഡ് മണി, ആർജിത സമ്പത്ത്. 2 ആൻസെസ്ട്രൽ, പൂർവിക സമ്പത്ത്. 3rd വൺ മിറക്കിൾ മണി, അത്ഭുതമായി കിട്ടുന്ന പണം. 4th വൺ ലക്കി മണി, ഭാഗ്യം നിമിത്തം കിട്ടുന്ന പണം. ഇങ്ങനെയൊക്കെ ഇവർ ക്ലാസിഫൈ ചെയ്യും. അത്ഭുതമായി പണം കിട്ടുന്ന, അത്ഭുതമായി മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയം വന്നു. കണ്ടോ? അപ്പൊ അങ്ങനെ പണം കിട്ടും, ദൈവം തരുന്ന പണം. ഇങ്ങനെയൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ആളുകളെ കളിപ്പിക്കുകയാണ്. അത്ഭുതമായിട്ട് മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയം കിട്ടി. മരത്തിൽ നിന്ന് അബ്രഹാം ഒരാടിനെ പറിച്ചെടുത്തു. മരത്തേൽ ഒരാടുണ്ടായി, മത്സ്യത്തിന്റെ വായിൽ നാണയം ഉണ്ടായി, മരത്തേൽ ആടുണ്ടായി. തീക്കൽപ്പാറ, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഇതൊക്കെ ബൈബിളിൽ കാണുന്ന, ഇതൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തെ സൂചിപ്പിക്കുന്നു എന്ന് സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാരംഭമായിട്ട് കേട്ടത്, കുഞ്ഞാടുണ്ടായ ഒരു മരവും തീക്കൽ പാറയിൽ നിന്ന് ജലം വന്നതും നാണയം മത്സ്യം നൽകിയതും മാതാവിനെ വെളിപ്പെടുത്തി. കാരണം സ്വാഭാവികമായി മത്സ്യത്തിന്റെ വായിൽ നിന്ന് വരേണ്ടതല്ല നാണയം, സ്വാഭാവികമായി മരത്തിൽ കിളിർക്കേണ്ടതല്ല ഒരാട്, സ്വാഭാവികമായി തീക്കൽപ്പാറയിൽ നിന്നല്ല വെള്ളം വരേണ്ടതല്ല. അപ്പൊ സ്വാഭാവികതയ്ക്ക് വിരുദ്ധമായി അസ്വാഭാവികമായി ഒരു ഫ്രൂട്ട് പുറപ്പെടുകയാണ്. മരത്തിൽ നിന്ന് ആടും, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളവും, മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയവും എങ്ങനെ പുറപ്പെട്ടോ അതുപോലെ ആ കന്യകയിൽ നിന്നും ദൈവം മനുഷ്യനായി ജാതം ചെയ്തു, ദൈവപുത്രൻ. ആകയാൽ മഹാഭാഗ്യവതിയും നിർമ്മല കന്യകയും ദൈവമാതാവുമായി പരിശുദ്ധ മറിയത്തെ സഭ അനുസ്മരിക്കുന്നു, ആഘോഷിക്കുന്നു. അപ്പൊ അല്ലാതെ മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയം കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങള് ഈ കിലിക്കുത്ത് അല്ലെങ്കിൽ ഈ ആനമയിലൊട്ടകംകാരന്റെ കളത്തിൽ കൊണ്ട് പണം വെച്ച് പൈസ കളയരുത്. നിങ്ങളുടെ സമയം വെറുതെ ചെലവഴിച്ച് വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾക്ക് അങ്ങനത്തെ അനുഗ്രഹങ്ങളൊന്നും കിട്ടത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകുന്ന നിത്യമായ ഭാഗ്യം, കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തെ സംബന്ധിക്കുന്നതല്ല. ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് പറയുക, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾ പോരാടുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾ പോരാടുമായിരുന്നു. അപ്പൊ കർത്താവിന്റെ വരുവാനുള്ള രാജ്യത്തിൽ നിങ്ങൾക്ക് നല്ല പ്രവേശനം ധാരാളമായിട്ടുണ്ടാകുവാൻ ഇതാണ് പ്രബോധനം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ട്രൂ പ്രബോധനമാണ്. യഥാർത്ഥ പ്രബോധനം എന്താണ്? യഥാർത്ഥ പ്രബോധനം മണിയെ സംബന്ധിച്ച്, പണത്തെ സംബന്ധിക്കുന്നു. അതുകൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. 1 തിമോത്തി ചാപ്റ്റർ 6 ആണ്. വിശുദ്ധ പൗലോസ് ലീഹ തന്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 6-ാം അധ്യായം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാത്തവൻ, if anyone teaches otherwise and does not agree to the sound instruction of our Lord Jesus Christ and to godly teaching, അവരെന്താ ചെയ്യുന്നത്? അപ്പൊ കർത്താവിന്റെ പത്യവചനമല്ല, ശ്രദ്ധിച്ചോണം എന്താ ചെയ്യുന്നത്. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ മുമ്പേ നമ്മൾ കേട്ട ഏറ്റവും ആദ്യം പരാമർശിച്ച ആ പെറ്റക്കോസിലെ പുള്ളി. അവരുടെയൊക്കെ പരിപാടി അതാണ്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രസംഗം പറയൂ, അല്ലെങ്കിൽ ഇതിനകത്ത് ഓരോ പ്രസംഗം പറയുമ്പോഴും അവരൊരു പണത്തിന് വേണ്ടി ഉന്നം വെക്കുകയാണ്. അവര് ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അടുത്ത് 6-ാം വാക്യം, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായും ആദായമാകുന്നു താനും. എന്ന് പറഞ്ഞാൽ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. സംതൃപ്തിയോടുകൂടിയ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ദൈവഭക്തി, ആദായമാണ്. അടുത്ത പറയാണ്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. അതാണ് നമ്മുടെ സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ രാജാവിന്റെ ഭീഷണിക്ക് മുമ്പിൽ പാടിയത്. നാം ഈ വീടെത്തി വേറും കയ്യാൽ പോകും തിരികെ വേറും കയ്യാൽ, ഞാൻ അവിടെത്തി താതന്റെ സവിധം ചേർന്നു വസിച്ചിടും. പൗലോസ്ലീഹ പറയാണ്, നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ഈ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഇതാണ് പൗലോസ്ലീഹായ്ക്ക് പണത്തെ സംബന്ധിച്ച് നൽകാനുള്ള പ്രബോധനം. ഇത് സ്വർഗീയ വിരുന്നിന്റെ തങ്കുവോ സ്വർഗീയ വിരുന്നിന്റെ തോമസ് കുട്ടിയോ ട്രൂ ടീച്ചിങ് ആണ് നടത്തുന്നതെങ്കിൽ പൗലോസ്ലീഹ ഈ പറഞ്ഞല്ലേ പണത്തെ സംബന്ധിച്ച് പറയേണ്ടത്. ഇതല്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവ പ്രബോധനം, ക്രിസ്തീയ പ്രബോധനം. ഇതിന് പകരം കോണ്ടക്സ്റ്റിൽ നിന്നില്ലാത്ത വേറെ വാക്യങ്ങൾ എടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഇവിടെ അമേരിക്കയിലെ ഒരുത്തൻ പുസ്തകം എഴുതി, ഭയങ്കര. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കണ്ടൊരു പുസ്തകം. അതായത് ഇവിടെ ഈ ലോട്ടറി, അമേരിക്കൻ ലോട്ടറി എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. അതായത് ഇപ്പം $50 മില്യൺ ആഴ്ചയിൽ ഈ ലോട്ടറിക്ക് വെക്കുന്നത്, $50 മില്യൺ. അപ്പൊ നമ്മൾ തന്നെ നമ്പർ സെലക്ട് ചെയ്യുന്നു. നമ്മളിങ്ങനെ നമ്പർ നമുക്ക് തന്നെ എടുക്കാം, ഇന്ന നമ്പർ. എന്നിട്ട് നറുക്കിട്ട് കഴിയുമ്പം ഈ അടിക്കുന്ന നമ്പറിൽ ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വല്ല പ്രിന്റ് ചെയ്ത് വിടുകയല്ല, എല്ലാ നമ്പരും ഇല്ല, ആളുകൾ എടുക്കുക നമ്പർ. അപ്പൊ മിക്കവാറും ഇത് അടിക്കത്തില്ല ആർക്കും. അടിച്ചില്ലെങ്കിൽ ഈ 50 മില്യൺ നെക്സ്റ്റ് വീക്കിൽ ഈ 50 മില്യണൂടെ അടുത്ത വീക്കിലോട്ട് അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പൊ അടുത്ത ആഴ്ചയിൽ 100 മില്യൺ ആവും. ആ ആഴ്ചയിൽ അടിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച 150 മില്യൺ ആവും. ആ ആഴ്ചയിൽ അടിച്ചില്ലെങ്കിൽ പിന്നെ 200 മില്യൺ ആവും. അപ്പൊ മിക്കവാറും ഇതിങ്ങനെ ഓരോ ട്രിപ്പ് അടിക്കാൻ വരുമ്പോഴേക്കും ഈ സമ്മാനത്തുക കൂടിക്കൂടി വരും. സമ്മാനത്തുക കൂടിക്കൂടി വരുമ്പം എടുക്കുന്നവന്റെ എണ്ണം കൂടിക്കൂടി വരും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷം 1000 മില്യൺ ഒക്കെ വന്നു. 1000 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ രൂപ 7000 കോടി രൂപയാ ലോട്ടറി അടിച്ചാൽ കിട്ടുന്നത്. അത്ര ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ ഈ നമ്പർ എഴുതുമ്പം അടിക്കുന്ന നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 40 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അടിച്ച നമ്പറുകൾ വെച്ച് ഇനി അടിക്കാൻ സാധ്യതയുള്ള വെച്ച് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല. ഇവിടെ ഒരു പ്രൊഫസർ ഒരു പുസ്തകം ഇറക്കി, ലോട്ടറി എടുക്കാൻ വേണ്ടി അടിക്കുന്ന നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ആ പുസ്തകം ഇങ്ങനെ ചൂടപ്പം പോലെ ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കുക. ലോട്ടറി എടുക്കുന്നവരെല്ലാം ഈ പുസ്തകം മേടിച്ച് വായിച്ചിട്ടാണ്. ഈ പ്രൊഫസർക്ക് ഇതുവരെ അടിച്ചിട്ടില്ല. പ്രൊഫസർക്ക് പക്ഷെ ഇഷ്ടംപോലെ പൈസ പുസ്തകം വിറ്റുണ്ടായി. ഞാനാ പുസ്തകം, കാരണം എന്നാ പിന്നെ ആ പുസ്തകം എഴുതുന്ന നേരത്തിന് ഇയാൾക്ക് ഈ ട്രിക്ക് വെച്ച് 2 പ്രാവശ്യം ലോട്ടറി അടിപ്പിച്ചാൽ പോരെ. ഇയാൾ എന്തിനാ ഈ പുസ്തകം എഴുതി? പക്ഷെ ആളുകൾ ചിന്തിക്കത്തില്ലല്ലോ. അപ്പൊ സത്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ
ഈ യഥാർത്ഥ പ്രബോധനം ദാ 1 തിമോത്തി 6 അധ്യായം. ഇനി എന്തെങ്കിലും സൂത്രപ്പണിയുണ്ടെ സ്വന്തം ശിഷ്യന് പൗലോസ്ലീഹ പറഞ്ഞു കൊടുക്കാതിരിക്കുവോ? സ്വന്തം ശിഷ്യനായ തിമോത്തിയോസിനോട് പറയാണ്, തിമോത്തിയോസേ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പ്രബോധനം ഇതുവരെ കേട്ടിട്ടുണ്ടോ? സ്വർഗീയ വിരുന്നിൽ പോയി പെട്ടുകിടക്കുന്ന സുറിയാനി സഭയിലെ മുൻ അംഗങ്ങൾ, സുറിയാനിക്കാർ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഇതാണ് യഥാർത്ഥ പ്രബോധനം. ഞാനിവിടെ തീവേറും കയ്യാൽ പോകും തിരികെ വെറും കയ്യാൽ. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാൻ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഇഫ് യു ആർ എ മാൻ ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ മനുഷ്യനാണെങ്കിൽ, നീ ദൈവസന്നിധി നിൽക്കുന്നു, മറ്റാതെ. If you are a man of God, but you man of God, flee from the love of money. Pursue for righteousness, godliness, faith, love, endurance and gentleness. You man of God, flee from love of money. ഈ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. എന്നിട്ട് പൗലോസ് നിർത്തുന്നില്ല. 17-ാം വാക്യത്തിൽ ഈ ലോകത്തിലെ ധനവാന്മാരോട് പറയേണ്ട എന്താണ്? ഉന്നത ഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന്, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന്, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും കൽപ്പിക്കണം. വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം, വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും കൽപ്പിക്കുക. വരും കാലത്തേക്ക്. ദിസ് ഈസ് ട്രൂ മെസ്സേജ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് കോട്ടയും കാവലും തണലുമായിരിക്കട്ടെ. May God bless you. Thank you for listening me.